നമസ്കാരം ഫ്രണ്ട്സ്, ഫാമേഴ്സ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ മുറി പൊട്ടിച്ച് അതിനകത്ത് നിന്ന് എണ്ണ വഴറ്റി എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സുകളുള്ള ഒരു എണ്ണയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. വിപണിയിൽ നമുക്ക് പല ബ്രാൻഡുകളുടെ പേരിലും പല നെയിമുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും മായം ചേർക്കാതെ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്കൊരു 4-5 തേങ്ങ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്ത് ചിരകി അത് നന്നായിട്ട് അരച്ച് മാക്സിമം വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ബെറ്റർ എന്നാണ് കൂടുതൽ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഉപയോഗിക്കാതെ തന്നെ മാക്സിമം അരച്ചെടുക്കുക. ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പാല് വരെ, അതായത് 1-ാം പാല് 2-ാം പാല് അങ്ങനെ 2 പാല് വരെ ഉള്ളതേ എടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് വന്ന് അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആ തേങ്ങാപ്പാൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഉപയോഗിച്ചത്. നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ നേരെ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് ഉടൻ തന്നെ നമുക്ക് എണ്ണ ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒത്തിരി സമയം എടുക്കുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പലരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത്. ആ മീതെ തന്നെ എണ്ണ നല്ല തെളിഞ്ഞിങ്ങനെ എണ്ണമയമുള്ള ഭാഗം മുകളിൽ തെളിഞ്ഞ് കിടക്കും. കാരണം അതൊരു ഫിസിക്സാണ്, അതിനകത്തുള്ള ശാസ്ത്രം. എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്കും അത് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ നമുക്ക് ആ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളിലോ എടുത്ത് നമുക്ക് അതിനെ ഇങ്ങനെ വഴറ്റി എടുക്കാവുന്നതാണ്. ഒത്തിരി സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത് മുഴുവൻ സമയം കാണിച്ചിട്ടില്ല, കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫുള്ള് ബ്രൗൺ ആവണ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം കാണുമ്പോൾ തന്നെ ഒരു ലൈറ്റ് യെല്ലോ ആകുമ്പോൾ തന്നെ നമുക്ക് ആ എണ്ണ അങ്ങനെ പ്രത്യേകം മാറ്റി എടുക്കാവുന്നതാണ്. ഞങ്ങൾ മുഴുവൻ ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ആ ഒരു പരുവായപ്പോൾ തന്നെ, അതായത് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടെക്സ്ചർ വന്നു തുടങ്ങിയത് നമ്മളങ്ങ് എടുത്ത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അത്. അതിനകത്ത് ഇതിന് ഒത്തിരിയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ പല ആൾക്കാരും ഓർമ്മക്കുറവിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നത്, അതുപോലെ സോറിയാസിസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഈ എണ്ണ ശരീരത്തിൽ പുരട്ടുന്നത് വളരെയധികം ഗുണമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രസവശേഷം സ്ത്രീകളുടെ വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകും. അതോടനുബന്ധിച്ച് സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ആദ്യമേ തന്നെ ഒരു 3-ാമത്തെ മാസം മുതൽ തന്നെ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുപോലെ തന്നെ ആ ഒരു കണ്ടിന്യൂസ് ഉപയോഗിച്ച് വരുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഈ എണ്ണയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ താരൻ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും ഈ തരത്തിലുള്ള എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ താരൻ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. നോർമലി എണ്ണ നമുക്ക് അതിനകത്ത് തലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല. അതുപോലെ അത്യാവശ്യം മുടി വളരാനും കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ തേച്ച് കുളിപ്പിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഈ എണ്ണയാണ് നോർമലി ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലി ഹെൽത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഡെയിലി ഒരു സ്പൂണ്, ഒരുപാട് കഴിക്കേണ്ട, ഒരു സ്പൂൺ ഡെയിലി കഴിക്കുന്നത് നമ്മൾ നോർമൽ ആരോഗ്യത്തിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ എണ്ണ ദിവസവും കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസവും പനിയും ജലദോഷമൊക്കെ ഉള്ള പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു സ്പൂൺ ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഡയറക്റ്റ് കറികളിൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമുക്കിത് സലാഡിലോ മറ്റോ ചേർത്ത് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. സലാഡ് നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് 1-2 സ്പൂൺ ഒഴിച്ച് കഴിക്കാവുന്നത്. അതാണ് ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി തന്നെ ഇത് വീട്ടിലുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. വലിയ വില കൊടുത്ത് ഒലിവ് ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള ഉപയോഗിക്കാം. താങ്ക് യു.